Dear all, കോംപ്ലക്സ് എലമെൻ്ററി ഫംഗ്ഷൻസിനെ കുറിച്ചുള്ള ചെറിയൊരു ഡിസ്കഷനാണ്. ഈ സെഗ്മെൻറ്റ് മുതൽ നമ്മൾ ഇനി തുടർന്ന് അങ്ങോട്ടുള്ള ഒന്നോ രണ്ടോ സെഗ്മെൻറ്റുകളിൽ കൂടെ തുടരുന്ന ഒരു ഡിസ്കഷനാണിത്. എലമെൻ്ററി ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് എക്സ്പൊണൻഷ്യൽ, ലോഗരിതമിക് ഫംഗ്ഷൻ, എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻ എക്സെട്ര. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിൽ നിന്ന് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് അഥവാ കോംപ്ലക്സ് ഡൊമൈനിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ടത്. ഒരു കാര്യം എപ്പോഴും മനസ്സിലോർക്കണം, ഇറേസ് ടു എക്സിൽ നിന്ന് ഇറേസ് ടു സെഡിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ആ സെഡ് ഒരു റിയൽ നമ്പറായി മാറുമ്പോൾ അഥവാ അതിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആകുമ്പോൾ അത് നേരെ തിരിച്ച് നമ്മുടെ റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനിലേക്ക് തന്നെ റിറ്റെയിൻ ചെയ്യണം. എപ്പോഴും ഇറേസ് സെഡിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുമ്പോൾ ആ കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇറേസ് സെഡ് കംസ് ബാക്ക് ടു ദ റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ വെനെവർ സെഡ് ഈസ് എ റിയൽ നമ്പർ. ഓക്കെ, അപ്പോൾ ഇറേസ് എക്സിൻ്റെ എല്ലാ ക്വാളിറ്റീസും ഇറേസ് സെഡ് കാണിക്കും, പ്രൊവൈഡഡ് സെഡ് ഈസ് എ റിയൽ നമ്പർ. ഓക്കെ, പക്ഷേ ഇറേസ് ടു എക്സിന് ഇല്ലാത്ത ചില ക്വാളിറ്റീസ് ഇറേസ് സെഡിനുണ്ടാകും. അത് നമുക്ക് കാണാം. എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്നും ആദ്യം നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷനിൽ നിന്നും തുടങ്ങാം. കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. See, this is the definition. For z equal to x plus iy belongs to C, means z is a complex number. We define e raised to z as follows. E raised to z equal to e raised to x into e raised to iy. That is e raised to x into cos y plus I sin y. നോക്കൂ, ഇപ്പോൾ y 0 ആയാൽ അഥവാ z റിയൽ നമ്പർ ആയി കഴിഞ്ഞാൽ, z റിയൽ നമ്പർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇമാജിനറി പാർട്ട് 0 ആകുന്നു. y 0 ആയി കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കും? ഇ റേസ് ടു ഐ വൈ നമുക്കറിയാമല്ലോ, ഇ റേസ് ടു ഐ തീറ്റ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അപ്പോൾ ഇ റേസ് ടു ഐ 0 എന്ന് പറയുമ്പോൾ അത് 1 ആവും. കോസ് 0 പ്ലസ് ഐ സൈൻ 0 ദറ്റ് ഈസ് 1. സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു 1 ദറ്റ് ഈസ് ഇ റേസ് ടു എക്സ്. അപ്പോൾ z എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ റിയൽ നമ്പറായി മാറുമ്പോൾ ആ ഇ റേസ് ടു സെഡ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ നമ്മുടെ റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ തന്നെയായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ആ റിക്വയർമെൻറ്റ് അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ z പ്യുവർലി ഇമാജിനറി നമ്പർ ആണെങ്കിൽ അത് ഇ റേസ് ടു ഐ വൈ ആണ്. ഇത് ഓയിലർ ഫോർമുല അനുസരിച്ച് കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പ്രോഡക്റ്റ് ആയിട്ട് ഇ റേസ് ടു സെഡിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് ക്വൈറ്റ് നാച്ചുറൽ ഡെഫിനിഷൻ. ഓക്കെ, ഇ റേസ് ടു സെഡ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു ഐ വൈ. അപ്പോൾ എപ്പോഴും ഈ ഡെഫിനിഷൻ ഓർക്കുക. ഇ റേസ് ടു സെഡിൻ്റെ ഡെഫിനിഷൻ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ, where x is the real part of the complex number z and y is the imaginary part of the complex number z. നമുക്കിനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. ആദ്യം ഇതിൻ്റെ മോഡുലസ് എന്താണ് വരിക? ഓക്കെ, സോ വാട്ട് ഈസ് ദ മോഡുലസ് ഓഫ് ഇ റേസ് ടു സെഡ്? ലെറ്റ്സ് കമ്പ്യൂട്ട്. So we see that property number 1, modulus of e raised to z is precisely e raised to x. Okay, complex exponential function, the modulus will be the real exponential function. Proof is quite easy. Direct at compute ചെയ്താൽ മതി. What is e raised to z? E raised to z is given by this definition. So what is modulus of e raised to z? That is modulus of e raised to z is e raised to x cos y plus I e raised to x sin y. ഞാൻ അതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എടുത്ത് എഴുതി. ഓക്കെ, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് റിയൽ പാർട്ട് സ്ക്വയർ, that is e raised to x cos y square plus square of the imaginary part, that is e raised to x sin y square. Okay, സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുക. സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ സ്ക്വയർ ഇ റേസ് ടു എക്സ് സ്ക്വയർ, അതേ ഫാക്ടർ തന്നെ രണ്ടാമതിലും വരുന്നുണ്ട്. അപ്പോൾ ഇ റേസ് ടു എക്സ് സ്ക്വയർ വിൽ ബി എ കോമൺ ഫാക്ടർ. സോ ലെറ്റ് മീ സിംപ്ലിഫൈ ദാറ്റ്. ആൻഡ് ബ്രാക്കറ്റിൽ വരുന്ന എക്സ്പ്രഷൻ കോസ് സ്ക്വയർ വൈ പ്ലസ് സൈൻ സ്ക്വയർ വൈ. ഓക്കെ, സ്ക്വയർ റൂട്ട് ഓഫ് ദിസ് പ്രോഡക്റ്റ്. പക്ഷേ cos square y plus sin square y is 1, that we know, because y is a real number. So cos square theta plus sin square theta is a famous identity, trigonometric identity. So that is 1. So it is square root of e raised to x square. What is square root of e raised to x square? That is e raised to x. So modulus of the complex exponential function is the real exponential function. Okay, സോ ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഈ എക്സ് എന്ന് പറയുന്നത് റിയൽ പാർട്ട് ഓഫ് ഇസഡ് ആണ്. അപ്പോൾ ജനറലായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ഓർത്താൽ മതി, ഇ റേസ് ഇസഡിൻ്റെ മോഡുലസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇ റേസ് ടു റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഓക്കെ, സെഡിൻ്റെ റിയൽ പാർട്ട്, ഇത് ഓർത്തിരിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് പ്രോപ്പർട്ടി, property number 2, e raised to z1 into e raised to z2 will be e raised to z1 plus z2 for every z1 and z2 in C. ഇത് റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനുള്ള പ്രോപ്പർട്ടി തന്നെയാണ്. അതേ പ്രോപ്പർട്ടി തന്നെ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനും ഉണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രൂവ് ചെയ്യാം. ഇവിടെ z1ന് z2ന് നമുക്ക് എക്സ്പ്രഷൻ കൊടുക്കാം. ലെറ്റ് z1 ബി x1 പ്ലസ് ഐ വൈ വൺ. ഓക്കെ, ആൻഡ് z2 ബി x2 പ്ലസ് ഐ വൈ ടു.
ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇ റേസ് ടു സെഡ് വണ്ണും ഇ റേസ് ടു സെഡും എഴുതാം. ദെൻ ഇ റേസ് ടു സെഡ് വൺ വിൽ ബി ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു കോസ് വൈ വൺ പ്ലസ് ഐ സൈൻ വൈ വൺ. ഓക്കെ, and e raised to z2 is e raised to x2 into cos y2 plus I sin y2. Okay, now take the product. Therefore e raised to z1 into e raised to z2 എന്ന് പറയുമ്പോൾ ഈ രണ്ടെണ്ണത്തിൻ്റെ പ്രോഡക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു ഇ റേസ് ടു എക്സ് ടു നമുക്ക് എടുക്കാം. ഇ റേസ് ടു അത് ഒരുമിച്ച് എഴുതാം. ഇ റേസ് ടു എക്സ് വൺ ഇൻറ്റു ഇ റേസ് ടു എക്സ് ടു ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദീസ്. ഓക്കെ, ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അനുസരിച്ച് ബ്രാക്കറ്റ് റിമൂവ് ചെയ്താൽ അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതാം. എങ്ങനെ കിട്ടും? So we'll get this cos y1 into cos y2 minus sin y1 into sin y2, that is a real part of this product, plus imaginary part will be sin y1 into cos y2 plus cos y1 into sin y2. Now this is equal to e raised to x1 into e raised to x2, that is e raised to x1 plus x2. കാരണം ഈ പ്രോപ്പർട്ടി റിയൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് ഈ പ്രോഡക്റ്റ് എന്താണ് e raised to x1 plus x2 ആണ്. Now what about this one? Cos y1 cos y2 minus sin y1 sin y2, this is precisely cos of y1 plus y2 plus I sin y1 cos y2 plus cos y1 sin y2 is sin of y1 plus y2. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് എന്തിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ്? നമ്മുടെ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ്. അതിൽ ഏത് കോംപ്ലക്സ് നമ്പറിലാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്? ആ കോംപ്ലക്സ് നമ്പറിൻ്റെ റിയൽ പാർട്ട് x1 പ്ലസ് x2 ആണ്, ഇമാജിനറി പാർട്ട് y1 പ്ലസ് y2 ആണ്. സോ ദിസ് ഇസ് പ്രിസൈസ്ലി ഇ റേസ് ടു z1 പ്ലസ് z2. ഓക്കെ, z1 പ്ലസ് z2ൻ്റെ റിയൽ പാർട്ടാണ് ഈ x1 പ്ലസ് x2, ഇമാജിനറി പാർട്ടാണ് y1 പ്ലസ് y2. ഓർക്കുക, ഇ റേസ് ടു സെഡിൻ്റെ ഡെഫിനിഷനിൽ ഇ റേസ് ടു സെഡ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ആണല്ലോ. അപ്പോൾ സെഡുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇതിനെ ഇങ്ങനെ ഓർക്കാം, ഇ റേസ് ടു റിയൽ പാർട്ട് ഓഫ് സെഡിൻ്റെ റിയൽ പാർട്ടാണ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് സെഡിൻ്റെ റിയൽ പാർട്ട് ഇൻറ്റു കോസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് പ്ലസ് ഐ സൈൻ ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ്. ഓക്കെ, അപ്പോൾ സെഡുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇ റേസ് സെഡിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇ റേസ് ടു റിയൽ പാർട്ട് ഓഫ് ഇസെഡ് ഇൻറ്റു കോസ് ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ് പ്ലസ് ഐ സൈൻ ഓഫ് ഇമാജിനറി പാർട്ട് ഓഫ് ഇസെഡ്. അപ്പോൾ ഇവിടെ ഈ y1 പ്ലസ് y2 എന്ന് പറയുന്നത് z1 പ്ലസ് z2ൻ്റെ ഇമാജിനറി പാർട്ടാണ്. Okay, x1 plus x2, it is a real part of z1 plus z2. So this product is precisely the exponential value of z1 plus z2. So we have proved therefore e raised to z1 into e raised to z2 equal to e raised to z1 plus z2. ഇതുപോലെ e raised to z1 by e raised to z2 will be equal to e raised to z1 minus e raised to z2. That is the next property. Okay, e raised to z1 by e raised to z2 equal to e raised to z1 minus z2. That is true for every z1 and z2. ഓക്കെ, ഇത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ z1 z2 എക്സ്പ്രഷൻ കൊടുത്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ റേഷ്യോ എടുത്തപ്പോൾ ഡിനോമിനേറ്റർ 0 ആണെങ്കിൽ ഇത് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡിനോമിനേറ്റർ 0 വരില്ല എന്നുള്ളതാണ് വാസ്തവം. എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരിക്കലും 0 വരില്ല. സോ ദാറ്റ് ഇസ് നെക്സ്റ്റ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി നമ്പർ 4, ഇ റേസ് ടു z നെവർ ബി 0 ഫോർ എവറി കോംപ്ലക്സ് നമ്പർ. ഫോർ എനി കോംപ്ലക്സ് നമ്പർ ഇ റേസ് ടു z എക്സ്പൊണൻഷ്യൽ വാല്യൂ, കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ വാല്യൂ നെവർ ബി 0. ഇത് റിയൽ എക്സ്പൊണൻഷ്യലിനുള്ള അതേ പ്രോപ്പർട്ടി തന്നെയാണ് അല്ലേ. റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ വാല്യൂ ഒരിക്കലും 0 വരില്ല. ക്യാൻ യു സീ ദിസ്? എങ്ങനെ പ്രൂവ് ചെയ്യാം? എന്തുകൊണ്ട് 0 വരില്ല? വി ഹാവ് ദാറ്റ്, വി ഓൾറെഡി പ്രൂവ് ദാറ്റ് modulus of e raised to z equal to e raised to x. Okay, and we know that this is not equal to 0 for any x. Okay, that means mod e raised to z not equal to 0 for every z. ഓക്കെ, ഏത് z ആണെങ്കിലും ഇ റേസ് z ഒരിക്കലും 0 വരില്ല. കാരണം ഇ റേസ് zൻ്റെ മോഡുലസ് ഒരിക്കലും 0 വരില്ല. മോഡുലസ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ എക്സ്പൊണൻഷ്യലാണ്. റിയൽ എക്സ്പൊണൻഷ്യലിനെ കുറിച്ച് നമുക്കറിയാം, അതിൻ്റെ വാല്യൂ ഒരിക്കലും 0 വരില്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ ഈ മോഡുലസ് ഇ റേസ് z നെവർ ബി 0. അപ്പോൾ ഒരിക്കലും ഒരു ഇസഡിനും ഇതിൻ്റെ മോഡുലസ് വാല്യൂ 0 വരുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇ റേസ് സെഡിന് ഒരിക്കലും 0 വരാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, കാരണം 0 ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോഡുലസ് വാല്യൂ 0 ആയിരിക്കണം. സോ ദിസ് മോഡ് നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ദാറ്റ് ദ കോംപ്ലക്സ് നമ്പർ ഇസ് നോട്ട് ഈക്വൽ ടു 0. സോ
as the real case, as in the real case, complex exponential function also never be 0. Okay. Next property is quite interesting. Erase z is periodic with a period 2 pi I. ഒരു പ്യൂർലി ഇമാജിനറി പീരിയോഡുള്ള ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ. ഇത് റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇറേസ് ടു എക്സ് എന്ന് പറയുന്നത് പീരിയോഡിക് ഫംഗ്ഷൻ അല്ല. പക്ഷേ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പീരിയോഡിക് ആണ്. എന്താണ് പീരിയോഡിക് ഫംഗ്ഷൻ്റെ ഐഡിയ? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ പീരിയോഡിക് ആണെന്ന് പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് പി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആവുക. ഓക്കെ, ഏതെങ്കിലും ഒരു എക്സിന് എക്സിലുള്ള വാല്യൂവും എക്സ് പ്ലസ് പിയിലുള്ള വാല്യൂവും എല്ലായ്പ്പോഴും സെയിം ആവണം ഫോർ എവറി എക്സ്. അങ്ങനെയാണെങ്കിൽ വി സേ ദാറ്റ് ഇറ്റ് ഈസ് പി പീരിയോഡിക്. ഓക്കെ, പീരിയോഡിക്, ഇറ്റ് ഈസ് എ പീരിയോഡിക് ഫംഗ്ഷൻ വിത്ത് പീരിയോഡ് പി എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇറേസ് സെഡ് പീരിയോഡിക് ആണ് വിത്ത് പീരിയോഡ് 2 പൈ ഐ എന്ന് കാണാൻ നമുക്ക് ഇറേസ് ടു സെഡിൻ്റെ വാല്യൂവും ഇറേസ് ടു സെഡ് പ്ലസ് 2 പൈ ഐയുടെ വാല്യൂ സെയിം ആണെന്ന് കാണിച്ചാൽ മതി. സോ ഫോർ ദ പ്രൂഫ് വി ഹാവ് by definition, let's compute e raised to z plus 2 pi I. What is e raised to z plus 2 pi I? e raised to z plus 2 pi നേരത്തെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ e raised to z1 plus z2 എന്ന് പറയുന്നത് e raised to z1 into e raised to z2 ആയതുകൊണ്ട് ഇതിനെ e raised to z into e raised to 2 pi I എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, so that is equal to e raised to z into what is e raised to 2 pi I? That is cos of 2 pi plus I sin of 2 pi. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ വാല്യൂ? കോസ് 2 പൈ പ്ലസ് ഐ സൈൻ 2 പൈ. കോസ് 2 പൈയുടെ വാല്യൂ 1, സൈൻ 2 പൈയുടെ വാല്യൂ 0. സോ ദിസ് വിൽ ബി 1 പ്ലസ് 0 ഐ, ദാറ്റ് ഈസ് 1. സോ ഇ റേസ് ടു സെഡ് ഇൻറ്റു 1 ബിക്കോസ് കോസ് 2 പൈ ഈസ് 1 ആൻഡ് സൈൻ 2 പൈ ഈസ് 0. ഓക്കെ, സോ ഇ റേസ് ടു സെഡ് ഇൻറ്റു 1, ദാറ്റ് ഈസ് ഇ റേസ് ടു സെഡ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? ദാറ്റ് ഈസ് ഇ റേസ് ടു സെഡ് പ്ലസ് 2 pi I equal to e raised to z. It is true for every complex number z. Therefore, e raised to z is periodic with a period 2 pi I. Is periodic with a period 2 pi I. Period 2 pi I. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോമെട്രിക്കലി അതിൻ്റെ ഐഡിയ എന്താണ്? ഇപ്പോൾ z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ z പ്ലസ് 2 പൈ ഐയിലുള്ള വാല്യൂ, ഇപ്പോൾ z ഞാൻ എവിടെയാണ് മാർക്ക് ചെയ്തതെങ്കിൽ എവിടെയാണ് z പ്ലസ് 2 പൈ ഐ ഉണ്ടാവുക? z പ്ലസ് 2 പൈ ഐ എന്ന് പറയുന്നത് z-ൽ നിന്ന് ഒരു 2 പൈ ഡിസ്റ്റൻസ് വെർട്ടിക്കലി അപ്വേർഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് z പ്ലസ് 2 പൈ ഐയെ കാണാൻ പറ്റും. ദിസ് വിൽ ബി ദ പൊസിഷൻ ഓഫ് z പ്ലസ് 2 പൈ ഐ. ഇത്രയും 2 പൈ ഡിസ്റ്റൻസിൽ മുകളിലേക്ക് പോയാൽ മതി. അപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനൊരു സ്ട്രിപ്പ് വരയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ലൈനിലുള്ള ഏത് പോയിന്റിൽ, ഇപ്പോൾ ഈ ലൈനിലുള്ള ഈ ഒരു പോയിന്റിലുള്ള എക്സ്പൊണൻഷ്യൽ വാല്യൂ തന്നെയായിരിക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയുള്ള പോയിന്റിലെ എക്സ്പൊണൻഷ്യൽ വാല്യൂ. അപ്പോൾ ഈ ബൗണ്ടറി ഇതൊരു സ്ട്രിപ്പാണ്, ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പാണല്ലോ. ഈ വെർട്ടിക്കൽ സ്ട്രിപ്പിൻ്റെ രണ്ട് ബൗണ്ടറി ലൈൻസിലും എക്സ്പൊണൻഷ്യൽ വാല്യൂ സെയിം ആയിരിക്കും. ഈ ലൈനിലുള്ള പോയിന്റുകൾക്കുള്ള എക്സ്പൊണൻഷ്യൽ വാല്യൂവും ഈ ലൈനിലെ പോയിന്റുകൾക്കുള്ള എക്സ്പൊണൻഷ്യൽ വാല്യൂവും സെയിം ആയിരിക്കും. അപ്പോൾ അപ്പോൾ ഇനി ഞാനിവിടെ വേറൊരു സ്ട്രിപ്പ് കൺസിഡർ ചെയ്താലോ? z പ്ലസ് 2 പൈ ആയി കഴിഞ്ഞ് വീണ്ടും ഒരു 2 പൈ ഡിസ്റ്റൻസ് മുകളിലേക്ക് ഒരു ലൈൻ വരച്ച്, അഥവാ z പ്ലസ് 4 പൈ ആയി ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ലൈനിലുള്ള വാല്യൂ തന്നെ ആയിരിക്കും ഈ ലൈനിലുള്ള വാല്യൂ. ഓക്കെ, സോ ഈ സ്ട്രിപ്പിൻ്റെ ഇടയ്ക്കുള്ള പോയിന്റുകളിലുള്ള എക്സ്പൊണൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നതും ഈ സ്ട്രിപ്പിൻ്റെ ഇടയ്ക്കുള്ള എക്സ്പൊണൻഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത്, പോയിൻറ്റ്സിലുള്ള എക്സ്പൊണൻഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. സോ ഇറേസ് സെഡ് അസ്യൂംസ് സെയിം വാല്യൂ. ഈ വാല്യൂ റിപ്പീറ്റ് ചെയ്യും. ഇതിലുള്ള ഈ പോയിന്റുകളിലുള്ള എക്സ്പൊണൻഷ്യൽ വാല്യൂ തന്നെ ആയിരിക്കും ഈ പോയിന്റുകളിലും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇറേസ് സെഡിൻ്റെ വാല്യൂസ് നോക്കാൻ നമുക്ക് എവിടെ നോക്കിയാൽ മതി? ഒരു സ്ട്രിപ്പ് എടുത്താൽ മതി. ഓക്കെ, ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് ഓഫ് ഹൈറ്റ് 2 പൈ. ഓക്കെ, 2 പൈ ഹൈറ്റുള്ള ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പിലുള്ള പോയിൻറ്റ്സിൽ ഈ റേസ് സെഡിൻ്റെ വാല്യൂസ് എന്താണോ അത് തന്നെയായിരിക്കും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ ഇവിടെ 2 പൈ ഹൈറ്റുള്ള ഏത് വെർട്ടിക്കൽ സ്ട്രിപ്പ് എടുക്കാം. ഇൻ പെർട്ടിക്കുലർ ഐ എം കൺസിഡറിങ് നെഗറ്റീവ് പൈ ലെസ് ദാൻ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. Okay, so I am considering set of all complex numbers z equal to x plus iy, where the imaginary part is lies in between negative pi and positive pi. എന്ന് പറയുമ്പോൾ അത് ഏതാണ് വരുന്നത്? What is that?
negative pi. Imaginary part y equal to negative pi. So suppose this is negative pi. This is y equal to negative pi and y equal to positive pi somewhere here. ഇവിടെയാണ് പോസിറ്റീവ് പൈ വരും. സോ ദിസ് ഇസ് എ ലൈൻ y ഈക്വൽ ടു പോസിറ്റീവ് പൈ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലൈൻസിനിടയ്ക്കുള്ള പോയിൻറ്റ്സ് ഈ റീജിയൻ. ഓക്കെ, ഈ രണ്ട് ലൈൻസിനിടയ്ക്ക്. അപ്പോൾ ഇതിൽ ഞാൻ y ഈക്വൽ ടു നെഗറ്റീവ് പൈ എന്നുള്ള ഈ ലൈൻ ഇല്ല, ഈ ലൈൻ ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്? ഈ ലൈനിലുള്ള വാല്യൂ തന്നെയാണ് ഈ ലൈനിലും ഉണ്ടാവുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഉൾപ്പെടുത്തിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ലോവർ ലൈൻ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, അപ്പർ ലൈൻ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ ഈ റീജിയണിലുള്ള പോയിന്റുകൾക്കുള്ള എക്സ്പൊണൻഷ്യൽ വാല്യൂ തന്നെയാണ് മറ്റുള്ളിടത്തൊക്കെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇറേസിസെറ്റിൻ്റെ എല്ലാ വാല്യൂസും നമുക്ക് ഇതിലുള്ള പോയിൻറ്റ്സിലെ വാല്യൂസായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ റീജിയണ്, അതുകൊണ്ട് തന്നെ ഈ റീജിയണ് കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഫണ്ടമെൻ്റൽ റീജിയൻ എന്ന് പറയും. ഓക്കെ, ഫണ്ടമെൻ്റൽ റീജിയൻ. സോ ലെറ്റ്സ് ഹാവ് ദ പ്രോപ്പർ ഡെഫിനിഷൻ. So this is the fundamental region of E Z. The infinite horizontal strip negative pi less than imaginary part of Z less than or equal to pi is called the fundamental region of E Z. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ റീജിയൻ ഇൻഫിനിറ്റ് ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എന്ന് പറയുമ്പോൾ രണ്ട് ഹൊറിസോണ്ടൽ ലൈൻസിനിടയ്ക്കുള്ള ആ റീജിയൻ. ഓക്കെ, ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പോർഷൻ. നെഗറ്റീവ് പൈ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈൻ, y ഈക്വൽ ടു നെഗറ്റീവ് പൈ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈൻ, y ഈക്വൽ ടു പോസിറ്റീവ് പൈ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലൈൻ, ഇതിന് രണ്ടിനിടയ്ക്കുള്ള റീജിയൻ, അതാണ് നെഗറ്റീവ് പൈ ലെസ് ആൻ ഇമാജിനറി പാർട്ട് ഓഫ് ഇസ് ലെസ് ആൻ ഓർ ഈക്വൽ ടു പൈ. ഇതിനെയാണ് ഫണ്ടമെൻ്റൽ റീജിയൻ ഓഫ് ദി എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഇറേസ് സെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഫണ്ടമെൻ്റൽ റീജിയൻ്റെ പ്രത്യേകത? ഇറേസ് സെറ്റിൻ്റെ പീരിയോഡിസിറ്റി പ്രകാരം ഈ റീജിയണിൽ ഉള്ള പോയിന്റുകളിൽ ഇറേസ് സെറ്റ് എടുക്കുന്ന വാല്യൂസ് ആയിരിക്കും ഇറേസ് സെറ്റിൻ്റെ എല്ലാ പോസിബിൾ വാല്യൂസും. ഓക്കെ, വേറെ വാല്യൂസ് ഒന്നും ഇറേസ് സെറ്റ് എടുക്കില്ല. ഇറേസ് സെറ്റ് എടുക്കുന്ന എല്ലാ പോസിബിൾ വാല്യൂസും ഇവിടെയുള്ള പോയിന്റുകളിൽ അസ്യൂം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ബാക്കി കോംപ്ലക്സ് പ്ലെയിനിൽ ഇഷ്ടംപോലെ പോയിൻറ്റ്സ് വേറെ ഉണ്ടല്ലോ, അവിടേക്കുള്ള വാല്യൂസ് ഏതായിരിക്കും? അതൊക്കെ ഈ പോയിന്റുകളിലുള്ള വാല്യൂസ് തന്നെയായിരിക്കും. ഓരോ 2π വിഡ്ത്തിലുള്ള സ്ട്രിപ്പുകളിലുള്ള പോയിൻറ്റ്സിലുള്ള വാല്യൂസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഈ സ്ട്രിപ്പിൽ ഇറേസ് സെറ്റ് അസ്യൂം ചെയ്യുന്ന വാല്യൂ തന്നെയായിരിക്കും 2π വിഡ്ത്തുള്ള ഏത് സ്ട്രിപ്പിലും ഇറേസ് സെറ്റ് അസ്യൂം ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രിസൈസ്ലി ദ കോൺസെപ്റ്റ് ഓഫ് പീരിയോഡിസിറ്റി ഓഫ് ഇറേസ് സെറ്റ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അനലിറ്റിസിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇറേസ് സെറ്റിൻ്റെ അനലിറ്റിസിറ്റി. ഇറേസ് സെറ്റ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. എൻറ്റയർ ഫംഗ്ഷൻ മീൻസ് അനലിറ്റിക് എവരിവെയർ ഇൻ ദ കോംപ്ലക്സ് പ്ലെയിൻ. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഇതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും എഴുതി കോഷി-റീമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്താൽ മതി. സോ ലെറ്റ്സ് ഡു ദാറ്റ്. വി ഹാവ് ഇറേസ് സെറ്റ് ഈക്വൽ ടു ഇറേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് I e raised to x sin y. So what is the real part? So real part of e raised to z, real part of e raised to z, I call it as u equal to e raised to z in the real part, that is equal to e raised to x cos y, and v is the imaginary part of e raised to z, that is e raised to x sin y. Okay, now we want to verify the Cauchy-Riemann equations. So for that, compute the partial derivatives of u and v. So these are the partial derivatives. Ux equal to e raised to x cos y. Uy, partial derivative of u with respect to y will be negative e raised to x into sin y, because derivative of cos y is negative sin y. And vx and vy are given. Vx equal to e raised to x into sin y. Vy will be e raised to x into cos y. So all these first order partial derivatives are continuous, because they are product of continuous functions, real exponential and trigonometric functions. So all these are all partial derivatives, all first order partial derivatives are continuous. So all are continuous in C, everywhere in C. Also, what about Cauchy-Riemann equations? They are okay. Okay, because ux precisely equal to vy and uy is the negative of vx. Also, CR equations are satisfied. CR equations are satisfied everywhere in C. Okay, so CR equations is satisfied. That means e raised to z is analytic everywhere in C, for every point in C. That is precisely the idea that e raised to z is an entire function. Okay, e raised to z ഒരു entire function ആണ്. So what is the derivative? d by dz of e raised to z എന്ത് വരും? So d by dz of also derivative, also d by dz of e raised to z, how do we compute that? It is given by ux plus ivx, ux plus ivx. What is ux?
സി എഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി ആണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് ഡാഷ് ഇസഡ് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് യു എക്സ് പ്ലസ് ഐ വി എക്സ്. റിയൽ പാർട്ടിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് ഐ ഇമാജിനറി പാർട്ടിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ യു എക്സ് വി എക്സ് എന്താണ്? യു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് കോസ് വൈ, വി എക്സ് എന്താണ്? ഇ റേസ് ടു എക്സ് സൈൻ വൈ. സോ അത് ആ എക്സ്പ്രഷൻസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് കോസ് വൈ പ്ലസ് ഐ ഇ റേസ് ടു എക്സ് സൈൻ വൈ, that is e raised to x into cos y plus I sin y. See, this is precisely e raised to z. Okay, so d by dz, so e raised to z is analytic everywhere in the complex plane, and the derivative is itself. d by dz of e raised to z equal to e raised to z. ഓക്കെ, അപ്പോൾ റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പോലെ തന്നെ അവിടെ പെരുമാറുന്നുണ്ട്. റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവും അതേ ഫംഗ്ഷൻ തന്നെയാണല്ലോ. അപ്പോൾ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യലിനും ഡെറിവേറ്റീവ് അത് തന്നെയാണ്. അപ്പോൾ റിയൽ എക്സ്പൊണൻഷ്യലും കോംപ്ലക്സ് എക്സ്പൊണൻഷ്യലിലുള്ള ഒരു പ്രോപ്പർട്ടിയിലുള്ള ഒരു വ്യത്യാസം ഇപ്പോൾ നമ്മൾ കണ്ടത് പീരിയോഡിസിറ്റിയിലാണ്. റിയൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പീരിയോഡിക് അല്ല, പക്ഷേ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ പീരിയോഡിക് ആണ്. ഓക്കെ, നോ നെക്സ്റ്റ് വൺ ഇസ് എ പ്രോബ്ലം. ഫൈൻഡ് ഓൾ വാല്യൂസ് ഓഫ് ഇസഡ് സാറ്റിസ്ഫൈങ് ഇ റേസ് ഇസഡ് ഈക്വൽ ടു 3 plus 4i. Equivalent to say that solve the equation e raised to z equal to 3 plus 4i. അപ്പോൾ ഏതൊക്കെ സെഡിന് ഇ റേസ് ടു സെഡ് 3 plus 4i ആകും? സി ഇ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു മെനി ടു വൺ ഫംഗ്ഷനാണ്. മെനി ടു വൺ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ ഒരേ ഔട്ട്പുട്ട് തരുന്ന ഫംഗ്ഷൻ, അതിനെയാണ് മെനി ടു വൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ഇൻപുട്സ് gives same output. ഓക്കെ, സെയിം ഔട്ട്പുട്ട്. ഇപ്പോൾ ഡിഫറെൻറ്റ് ഇൻപുട്ട് ഡൊമൈനിൽ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പോകുന്നത് ഒരേ ഔട്ട്പുട്ടിലേക്ക്. ഓക്കെ, ദാറ്റ് ഈസ് ദി ഐഡിയ ഓഫ് മെനി ടു വൺ ഫംഗ്ഷൻ. ഇതുപോലെ നമ്മൾ റിയൽ കേസിൽ ഇപ്പോൾ മോഡെക്സ് ഒക്കെ പോലെ, ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡെക്സ് റിയൽ കേസിൽ എടുക്കുകയാണെങ്കിൽ എക്സ് നെഗറ്റീവ് വണ്ണിനും പോസിറ്റീവ് വണ്ണിനും ഒരേ ഔട്ട്പുട്ട് തന്നെയാണ്, വൺ തന്നെയാണ്. അപ്പോൾ മോഡെക്സ് എന്ന് പറയുന്നത് ഒരു മെനി ടു വൺ ഫംഗ്ഷനാണ്. ഓക്കെ, രണ്ട് ഇൻപുട്ടുകൾ ഒരേ ഔട്ട്പുട്ടിലേക്ക് മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ ഒരേ ഔട്ട്പുട്ട് തരുന്നുണ്ടെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെയാണ് മെനി ടു വൺ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഇ റേസ് ടു സെഡ് ആ രൂപത്തിലുള്ളൊരു ഫംഗ്ഷനാണ്. അത് അതിൻ്റെ പീരിയോഡിസിറ്റിയിൽ തന്നെ വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇസഡുകൾ ഒരേ വാല്യൂവിലേക്ക് മാപ്പ് ചെയ്യപ്പെടും ഇ റേസ് ടു സെഡിലൂടെ. അപ്പോൾ നമുക്കിവിടെ 3 plus 4i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഏതൊക്കെ ഇൻപുട്ടുകൾക്കാണ് ഇ റേസ് ടു സെഡ് അസ്യൂം ചെയ്യുന്നത് എന്നാണ് കാണേണ്ടത്. നമുക്കതിനെ ഡെഫിനിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത് കാണാം. സോ ഇ റേസ് ടു സെഡ് ഈക്വൽ ടു 3 plus 4i. ഓക്കെ, ഇത് കിട്ടിയാൽ നമുക്ക് ഇ റേസ് ടു സെഡിൻ്റെ ഡെഫിനിഷൻ അറിയാം. അപ്പോൾ ഇ റേസ് ടു സെഡ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനിഷനിൽ അത് ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു ഐ വൈ ആണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ 3 plus 4i ആയും എഴുതണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 plus 4i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനെ പോളാർ എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതുക. ഓക്കെ, സോ മോഡ് 3 plus 4i. സോ റൈറ്റിംഗ് we have to write 3 plus 4i in polar form or complex exponential form. ഓക്കെ, അപ്പോൾ അതിനെന്തൊക്കെ വേണം? നമുക്ക് 3 plus 4iയുടെ മോഡുലസ് ആവശ്യമുണ്ട്, 3 plus 4iയുടെ മോഡുലസ് ആവശ്യമുണ്ട്, 3 plus 4iയുടെ ആർഗ്യുമെൻറ്റും ആവശ്യമുണ്ട്. സോ മോഡ് 3 plus 4i, that is square root of 3 square plus 4 square, that is 9 plus 16 square root of that, that is 5. Okay, and argument of, so mod 3 plus 4i is 5 and argument of 3 plus 4i is tan inverse y by x. ഇത് 3 plus 4i എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരുന്നത്. അപ്പോൾ tan inverse y by x അതാണ് അതിൻ്റെ ആർഗ്യുമെൻറ്റ് വരിക. വൺ ഓഫ് ദി ആർഗ്യുമെൻറ്റ് വാല്യൂ. ഓക്കെ, ഒരു ആർഗ്യുമെൻറ്റ് വാല്യൂ ഞാൻ എടുക്കുന്നുള്ളൂ, ബേസ് ആർഗ്യുമെൻറ്റ് വാല്യൂ മാത്രം. സോ tan inverse of 4/3 അല്ല ശരിയല്ലേ, tan inverse of y by x, that is tan inverse of 4/3. This is the argument value. So in polar form 3 plus 4i can be written as, or കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എങ്ങനെ എഴുതാം? r into e raised to I theta അല്ലേ. സോ 5 into e raised to I tan inverse 4/3. So this is the complex exponential form of the complex number 3 plus 4i. Now we want to equate e raised to z and 3 plus 4i. Now, so equating them in complex exponential form, e raised to z ൻ്റെ ഡെഫിനിഷൻ പ്രകാരം അത് e raised to x ൻ്റെ e raised to i y ആണ്. 3 plus 4i നമ്മളിപ്പോൾ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫോമിലുള്ള രണ്ടാളുകൾ r1 e raised to I theta 1 ഈക്വൽ ടു r2 e raised to I theta 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം r1ഉം r2 സെയിം ആയിരിക്കണം. ഓക്കെ,
മോഡുലസുകൾ സെയിം ആയിരിക്കണം. അതുപോലെ ആർഗ്യുമെൻറ്റുകൾ 2πയുടെ ഡിഫറൻസിൽ ഉണ്ടാകാൻ പാടുള്ളൂ. സോ θ1 ഷുഡ് ബി ഈക്വൽ ടു θ2 പ്ലസ് 2nπ. ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ പോളാർ ഫോമിൽ ഈക്വേറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ഇവരുടെ ലെഫ്റ്റ് സൈഡിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് അത് e⁻x ആണ്, നമുക്കറിയാം. e⁻x ഷുഡ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് ദി റൈറ്റ് സൈഡ് കോംപ്ലക്സ് നമ്പർ, ദാറ്റ് ഈസ് 5. ആൻഡ് ഇവിടെ ആർഗ്യുമെൻറ്റ് y എന്ന് പറയുന്നതാണ് ലെഫ്റ്റ് സൈഡിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻറ്റ്. ദാറ്റ് y ഷുഡ് ബി ഈക്വൽ ടു റൈറ്റ് സൈഡിലുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ ആർഗ്യുമെൻറ്റ്, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 പ്ലസ് ഒരു 2πയുടെ ഡിഫറൻസ് 2nπ അല്ലേ. 2nπ വേറെ ഈസ് ആൻ ഇൻറ്റീജർ. അപ്പോൾ നോക്കൂ, ഈ വൈയിൽ ഇഷ്ടംപോലെ വാല്യൂസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമാജിനറി പാർട്ട് സൊല്യൂഷൻ എന്ന് പറയുന്നത് z = x + iy ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇമാജിനറി പാർട്ടിൽ തന്നെ ഇഷ്ടംപോലെ ചോയ്സസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഇൻപുട്ടുകൾക്ക് സെയിം വാല്യൂ വരുന്നുണ്ട് നമുക്കവിടെ മനസ്സിലാക്കാം. നമുക്കിതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കും. വൈ കിട്ടിക്കഴിഞ്ഞു, ഇനി എക്സ് കൂടെ കാണും. e⁻x = 5 മീൻസ് x = natural log of 5. Okay, so that means this implies that x equal to natural log of 5 and y equal to tan inverse of 4/3 plus 2nπ. So therefore z equal to x plus iy, that is log 5 plus tan inverse of 4/3 plus 2nπ. n belongs to z integers. അപ്പോൾ ഈ so this is the required solution. This is the required solution. Therefore solution of e⁻z equal to 4 plus 3i, sorry 3 plus 4i, 3 plus 4i, 3 plus 4i is z equal to log 5 plus tan inverse of 4/3 plus 2nπ പ്ലസ് ഐ കേട്ടോ. എക്സ് പ്ലസ് ഐ വൈ, ഇവിടെ ഒരു ഐ എഴുതാൻ വിട്ടുപോയി. പ്ലസ് ഐ. ഓക്കെ, ഇമാജിനറി പാർട്ടാണിത്. വേറെ ഈസ് ആൻ ഇൻറ്റീജർ. അപ്പോൾ നോക്കൂ, ഇൻഫിനിറ്റ് സെഡുകൾ ഇവിടെ വരുന്നുണ്ട്. ഈ ഇൻഫിനിറ്റ് സെഡുകളിൽ e⁻z വാല്യൂ സെയിം വാല്യൂ ആണ്, 3 plus 4i. സോ ദിസ് ഇസ് എ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാവുന്നത്, e⁻z ഈസ് എ മെനി ടു വൺ ഫംഗ്ഷൻ. ഓക്കെ, മെനി ടു വൺ ഫംഗ്ഷൻ. അപ്പോൾ ഈ രൂപത്തിലുള്ള പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ സോൾവ് ചെയ്യുന്ന e⁻z = w0 എന്ന് പറയുന്ന ഇക്വേഷനെ സോൾവ് ചെയ്ത് സെഡിനെ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് ഓർത്തിരിക്കുക. ഈ എക്സ്പ്രഷനും ഓർത്തിരിക്കുക. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ്റെ, കോംപ്ലക്സ് ലോഗരിതമിക് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനായിട്ട് ഡിഫൈൻ ചെയ്യാൻ പോകുന്നതും ഇത് തന്നെയാണ്. അത് നമുക്ക് ആ ലോഗരിതത്തിൻ്റെ ഡിസ്കഷനിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. So here are some problems for you. Number 1, find the value of e⁻z for the following z values. Okay, ഇവിടെ z-ൻ്റെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള e⁻z വാല്യൂസ്. e⁻z ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂസ് എഴുതാൻ പറ്റും. നെക്സ്റ്റ് e⁻z പ്ലസ് പൈ ഐ നെഗറ്റീവ് e⁻z, ഇത് കാണിക്കാനാണ്. ഇവിടെ ഞാൻ EXP എന്ന് എഴുതിയിരിക്കുന്നത് മറ്റൊരു നൊട്ടേഷനാണ് കേട്ടോ. e⁻z എന്നുള്ളതിൻ്റെ മറ്റൊരു നൊട്ടേഷനാണ്. e⁻zനെ EXP ഓഫ് z, ഇതും ഒരു നൊട്ടേഷനാണ്. ഈ പവറിൽ നമ്മൾ കുറച്ച് വലിയ എക്സ്പ്രഷൻസ് എഴുതുമ്പോൾ കുറച്ചും കൂടെ കൺവീനിയൻറ്റ് ഇങ്ങനെ എഴുതുന്നതായിരിക്കും, EXP എന്നിട്ട് എഴുതുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക. അതും എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനെ ഡിനോട്ട് ചെയ്യുന്ന, ആ ബേസ് ഇയെ ഡിനോട്ട് ചെയ്യുന്ന ഒരു നൊട്ടേഷനാണ്. സോ EXP 1 plus i പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം e⁻1 plus i ടൈംസ് പൈ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കാണിക്കുക. ഇത് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, e⁻z ഡെഫിനിഷൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. നെക്സ്റ്റ് പ്രോബ്ലം, എക്സ്പ്രസ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഇൻ ദ ഫോം u plus iv. u plus iv ഫോമിൽ എഴുതുക. e⁻⁻iz, e⁻1/z, e⁻z ബാർ. ഇതിനെ ഏത് രൂപത്തിൽ നമുക്ക് e⁻z ഡെഫിനിഷൻ അറിയാം, e⁻x plus iy ഡെഫിനിഷൻ അറിയാം. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലേക്ക് നെഗറ്റീവ് ഐസെഡിനെ മാറ്റുക. ഐസെഡിനെ എക്സ് പ്ലസ് ഐ വൈന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നെഗറ്റീവ് ഐസെഡിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും സ്പ്ലിറ്റ് ചെയ്ത് എഴുതി e⁻z ഡെഫിനിഷൻ അപ്ലൈ ചെയ്താൽ മതി. അതുപോലെ 1/z റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ, e⁻z ബാർ ഈസ് നോവെയർ അനലിറ്റിക്. ഇത് എവിടെ അനലിറ്റിക് അല്ല. അപ്പോൾ ഇതിൻ്റെ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കോഷി റിമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്താൽ മതി. അത് എവിടെയും സാറ്റിസ്ഫൈ ചെയ്യില്ല എന്നുള്ളത് കാണിച്ചാൽ മതി.
ഓക്കെ. ഫിഫ്ത്ത് പ്രോബ്ലം സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ്. ഇതിൻ്റെ ഒരെണ്ണം നമ്മൾ ഇവിടെ ചെയ്തിരുന്ന ഈ രൂപത്തിലുള്ളത് അതനുസരിച്ച് ചെയ്താൽ മതി. ഇ റൈസ് സെഡ് ഈക്വൽ ടു 4i റൈറ്റ് സൈഡിലുള്ള കോംപ്ലക്സ് നമ്പറിനെ കോംപ്ലക്സ് എക്സ്പൊണൻഷ്യൽ ഫോമിൽ എഴുതി മോഡുലസും ആർഗ്യുമെൻറ്റും ഇക്വേറ്റ് ചെയ്താൽ മതി. മോഡുലസുകൾ ഇക്വേറ്റ് ചെയ്യുക, ആർഗ്യുമെൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക. അതിലൂടെ ഇതിൻ്റെ സൊല്യൂഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും നമുക്ക് എഴുതാൻ പറ്റും. ആറാമത്തെ പ്രോബ്ലം ഷോ ദാറ്റ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു ഇ റൈസ് സെഡ് സ്ക്വയർ ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. ഇവിടെ സെഡ് സ്ക്വയറിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്ത് ഇ റൈസ് സെഡ് സ്ക്വയറിൻ്റെ ഡെഫിനിഷൻ എഴുതി അതിൻ്റെ യു പാർട്ടും വി പാർട്ടും റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എഴുതി കോഷി റിമാൻ ഇക്വേഷൻസ് വെരിഫൈ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇ റൈസ് സെഡ് സ്ക്വയറിനെ നിങ്ങൾക്ക് ഇങ്ങനെയും കാണാം, ഇ റൈസ് സെഡ് ഹോൾ സ്ക്വയർ ആയിട്ട് കണ്ടാലും മതി. ഇ റൈസ് സെഡ് ഇൻറ്റു ഇ റൈസ് സെഡ് ആണ്. ഓക്കെ, സോ പ്ലീസ് നോട്ട് ദാറ്റ് ഇ റൈസ് സെഡ് ഹോൾ റേസ് ടു ആൻ ഇൻറ്റിജർ ഈസ് ഇ റൈസ് ടു എൻ സെഡ്. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അത് നിങ്ങൾക്ക് എഴുതാനും പറ്റും. ഇ റൈസ് സെഡ് എൻറ്റയർ ആണ്. നൗ ഇ റൈസ് സെഡ് സ്ക്വയർ ഈസ് പ്രോഡക്റ്റ് ഓഫ് ടു എൻറ്റയർ ഫംഗ്ഷൻസ് ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് ആൻ എൻറ്റയർ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക. ഇനിയും പ്രോബ്ലംസ് ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുണ്ടാവും, അതുകൂടെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതിൽ കിട്ടാത്ത പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം, നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു.